ഹായ് ഓൾ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ വാർ ഇൻ ദി എയർ റിട്ടൺ ബൈ H.G. വെൽസ്. H.G. വെൽസ് എന്ന് പറയുന്നത് സയന്റിഫിക് നോവൽസിന്റെ ഒരു പയനീർ റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് ദ ടൈം മെഷീൻ. അപ്പം സ്കൈഫൈ ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ള ദ വാർ ഇൻ ദി എയർ എന്നുള്ള ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി സ്കൈഫൈ നോവലാണ്. 1908 ഇത് എഴുതിയിരിക്കുന്നത്. എയർക്രാഫ്റ്റിന്റെ യൂസ്, അതുപോലെ തന്നെ ഏരിയൽ വാർഫെയർ, അതായത് ഈ പ്ലെയിനിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ വന്നിട്ട് ബോംബിടുക, അങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇതൊരു ഇമാജിനേറ്റീവ് പ്രൊഫസിയാണ് ഈ ഒരു നോവൽ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ഇമാജിനേഷനിൽ വന്ന ഒരു സംഭവമാണ്, ഈ കോൺസെപ്റ്റാണ് ഈ പ്ലെയിനിലൊക്കെ വന്ന് ബോംബിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഇമാജിനേറ്റ് ചെയ്ത് അതിനെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഫ്യൂച്ചറിൽ ഇനി ഇതൊക്കെ സംഭവിക്കാം. അപ്പൊ ഇതിനെ ഒരു ഇമാജിനേറ്റീവ് പ്രൊഫസി എന്ന് നമുക്ക് ഈ ഒരു നോവലിനെ വിളിക്കാം. അത് മാത്രമല്ല ഒരു ഫാന്റസി നോവലിന് നമുക്ക് ഇതിനെ ഒന്ന് വിളിക്കാം. അതായത് സോഷ്യൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് 20th സെഞ്ചുറിയിൽ വരാവുന്ന അല്ലെങ്കിൽ വന്നേക്കാവുന്ന ഒരു സോഷ്യൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ചസിനെ കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു നോവല് പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോമിക് ഫിഗർ ആണ്. അദ്ദേഹത്തിന്റെ അഡ്വഞ്ചേഴ്സിലൂടെയാണ് നമ്മൾ ഈ നോവല് പോകുന്നത്. പ്രൊട്ടഗോണിസ്റ്റിന്റെ പേരെന്ന് പറയുന്നത് ബേർട്ട് സ്മോൾവേസ് എന്നാണ്. BERTSMALLWAYS, ബേർട്ട് സ്മോൾവേസ് എന്നാണ് നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റിന്റെ പേര്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഓഫ് ദ നോവൽ എന്ന് പറയുന്നത് ഈ ബേർട്ടിന്റെ ഡീറ്റെയിൽസ് ഓഫ് ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിന്റെ ഫാമിലി, വലിയൊരു എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് അദ്ദേഹത്തിനുള്ളത്, ബേർട്ടിനുള്ളത്. സോ അവര് ബൺ ഹിൽ എന്നുള്ള ഒരു ലൊക്കേഷനിലാണ് താമസിക്കുന്നത്. അതൊരു ഫിക്ഷണൽ വില്ലേജ് ആണ്. ഓക്കെ, അപ്പൊ അത് ബൺ ഹിൽ എന്നുള്ള സ്ഥലത്ത് അവരുടെ ആ ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും രസകരമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് ഈ നോവലിന്റെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിൽ പറഞ്ഞു പോകുന്നത്. ദെൻ പിന്നീട് ഈ ചാപ്റ്റേഴ്സിനകത്ത് തന്നെ ബേർട്ടിന്റെ ബ്രദർ ആയിട്ടുള്ള ടോമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടോം എന്ന് പറയുന്നത് ഈ ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രസിനെയൊക്കെ വളരെ ഒരു കുറച്ച് വെറുപ്പോടുകൂടി കാണുന്ന ഒരു മനുഷ്യനാണ് ടോം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അദ്ദേഹത്തിന്റെ തന്നെ, അതായത് നമ്മുടെ ബേർട്ടിന്റെ തന്നെ ഏജ്ഡ് ഫാദറിനെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് എപ്പോഴും പഴയ കാര്യങ്ങൾ മാത്രം, അതായത് ഈ ബൺഹില്ല് പണ്ട് വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആയിരുന്നു. അദ്ദേഹം ഒരാളുടെ, അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ ക്യാരേജ് ഒക്കെ ഡ്രൈവ് ചെയ്തിട്ടാണ് ജീവിച്ചതെന്നും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബേർട്ടിന്റെ അച്ഛൻ ഇങ്ങനെ എപ്പോഴും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറി എല്ലാം ഇങ്ങനെ ഓർത്തെടുത്ത് സംസാരിക്കാറുണ്ട്. സൂൺ ഈ സ്റ്റോറി ബേർട്ടിലോട്ടാണ് പിന്നെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. ആദ്യമേ ബ്രദറിനെ കുറിച്ചും അച്ഛനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ബേർട്ടിലോട്ടാണ് പോകുന്നത്. ബേർട്ട് എന്ന് പറയുന്ന ഞാൻ പറഞ്ഞില്ലേ, ഒരു കോമിക്കൽ ഫിഗർ ആണ്. അപ്പൊ അദ്ദേഹം ഒരു അൺസക്സസ്ഫുൾ അല്ലെങ്കിൽ ഒരു അൺഇംപ്രസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ വലിയ ഗിഫ്റ്റഡ് ഒന്നും അല്ല. അയാൾ ഒരു യങ് മാൻ ആണ്. വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം അറിയാവുന്ന ഒരു മനുഷ്യൻ. ആൻഡ് ബേർട്ട് എന്ന് പറയുന്നത് അൺഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അയാൾക്ക് ഒരു സ്ട്രോങ് അറ്റാച്ച്മെന്റ് ഉണ്ട് ഒരു സ്ത്രീയുമായിട്ട്. അവരുടെ പേരാണ് എഡ്ന. അതൊരു യങ് വുമൺ ആണ്. അവളുമായിട്ട് ഇയാൾക്കൊരു കൈൻഡ് ഓഫ് സ്ട്രോങ് പാഷനേറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. EDNA, എഡ്ന. ആൻഡ് ദെൻ ഇദ്ദേഹത്തിന്റെ ബിസിനസ് പെട്ടെന്നൊരു ദിവസം ജപ്തിയാവുകയും, അതായത് ബാങ്ക്രപ്റ്റ് ആവുകയും ഒരു സമ്മർ സീസണിൽ. അപ്പം ഇദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ട്ണറും കൂടി അവരുടെ ഷോപ്പ് അബാൻഡൻ ചെയ്തിട്ട് അവരൊരു സിംഗിങ് ആക്ട് നടത്താൻ പോവാണ്. അവരുടെ ആ ഗ്രൂപ്പിന്റെ, അല്ലെങ്കിൽ ആ ഒരു സിംഗിങ് ഗ്രൂപ്പിന്റെ പേര് ദ ഡെസേർട്ട് ഡെർവിഷസ് എന്നാണ്. ഓക്കെ, അങ്ങനെ അവരുടെ ആ ഒരു മിസ്ഫോർച്യൂൺസ് എല്ലാം, പ്രശ്നങ്ങളെല്ലാം റിസോൾവ് ചെയ്യാൻ വേണ്ടി പെർഫോമൻസസ് എല്ലാം സ്റ്റേജ് ചെയ്യും. അത് ഈ റിസോർട്ടുകളിലാണ് ഇവരും കൂടുതലായിട്ടും ഇവരുടെ ഈ സിംഗിങ് പെർഫോമൻസസ് സ്റ്റേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ ഇനിഷ്യൽ പെർഫോമൻസ്, അതായത് തുടക്കം തന്നെ പാളിപ്പോയി. അതായത് ഒരു ബലൂൺ ഉണ്ടല്ലോ, നമ്മുടെ ഹോട്ട് എയർ ബലൂൺ എന്ന് പറഞ്ഞ സംഭവം, അതായത് ഒരു പാരച്യൂട്ട് പോലത്തുള്ള ഹോട്ട് എയർ ബലൂൺ എന്ത് ചെയ്തു, ഈ ബീച്ചിന്റെ റിസോർട്ടിന്റെ ഫ്രണ്ടിലങ്ങ് വന്ന് ലാൻഡ് ചെയ്തു. അപ്പൊ ബലൂണിനകത്ത് പുതിയൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, മിസ്റ്റർ ബട്ടർ റിഡ്ജ്. ഓക്കെ, ബട്ടർ റിഡ്ജ് എന്ന് പറയുന്നത് അയാൾ ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് ഇൻവെന്റ് ചെയ്തൊരു മനുഷ്യനാണ് ബട്ടറിഡ്ജ് എന്ന് പറയുന്നത്. സോ ഇയാളുടെ ബലൂണാണ് ഇവിടെ വന്ന് താഴെ ഇറങ്ങി ലാൻഡ് ചെയ്ത് ഇവരുടെ പെർഫോമൻസിന്റെ ഇടയ്ക്ക്. അപ്പോഴത്തേക്കും അതങ്ങ് ബ്രേക്ക് ആയല്ലോ. ആൻഡ് ഇദ്ദേഹമാണ് ഈ വിങ്ഡ് എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയതെന്ന് ആർക്കും അറിയത്തില്ല. ആ സീക്രറ്റ് ഇയാളും പറഞ്ഞിട്ടില്ല, അത് ആർക്കും അറിയത്തുമില്ല. ആൻഡ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ പിന്നീടാണ് സ്റ്റോറിയിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അതായത് അദ്ദേഹത്തിനൊരു സീക്രട്ട് ഇന്റൻഷൻ ഉണ്ട്. അതായത് ഈ സീക്രറ്റ്സ് ബ്രിട്ടീഷ് ഗവൺമെന്റിന് സെല്ല് ചെയ്യുക. അതായത് ഈ ഫ്ലൈറ്റിൽ വന്ന് അല്ലെങ്കിൽ പ്ലെയിനിൽ വന്ന് നമുക്ക് ഇതുപോലെ ബോംബ് ചെയ്യാൻ സാധിക്കുമെന്നും ഇദ്ദേഹത്തിന്റെ കയ്യിൽ പ്ലെയിൻ ഉണ്ടെന്നും എന്നൊക്കെയുള്ള ഈ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അടുത്ത് പറയണം. ഓക്കെ,
അപ്പം ബ്രിട്ടനും ജർമ്മനിയും തമ്മിലുള്ളൊരു ഫൈറ്റ് ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. സോ അങ്ങോട്ട് അപ്പം നമ്മുടെ ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ബട്ടറഡ്ജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അദ്ദേഹത്തിന് ഈ ഒരു സീക്രട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് പാസ് ചെയ്യണം. ഓക്കെ, ആൻഡ് അത് നടന്നില്ലെങ്കിൽ ജർമ്മനിക്ക് പാസ് ചെയ്യണം. അതായത് ഏതെങ്കിലും ഒരു കൺട്രിക്ക് ഇതുമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കി എടുക്കണം ഇയാൾക്ക്, അതുവഴി ഇയാൾക്ക് പൈസ കിട്ടണം. അതാണ് ഇയാളുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ അത് മാത്രമല്ല, ഈ ഒരു മിസ്റ്റർ ബട്ടറഡ്ജിന്റെ ഇൻവെൻഷന് പ്രയർ ആയിട്ട് നോബഡി ഹാഡ് സക്സീഡഡ് ഇൻ പ്രൊഡ്യൂസിങ് ഈ ഒരു മെഷീൻ. അതായത് ഇയാളാണ് ആദ്യമായിട്ട് ഈ ഒരു പ്ലെയിൻ എന്നുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എയർക്രാഫ്റ്റ് എന്നുള്ള ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് ഇയാൾ മാത്രമാണ്. ഓക്കെ, ദെൻ ബട്ടറഡ്ജിന്റെ ഇൻവെൻഷൻ എന്ന് പറയുന്ന ഒരു മേജർ ബ്രേക്ക് ത്രൂ ആയിട്ട് മാറി. ഈ ഒരു ഇൻവെൻഷൻ, അതായത് വളരെ ഫാസ്റ്റ് ആയിട്ടും സ്ലോ ആയിട്ടും നമുക്ക് ഈ പറക്കാൻ അല്ലെങ്കിൽ പറത്താൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് ഇയാൾ ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, ചെറിയ ഏരിയ മതി ടേക്ക് ഓഫ് ചെയ്യാൻ, അതായത് വലിയ ഗ്രൗണ്ട് ഒന്നും വേണ്ടി വന്നില്ല. ഓക്കെ, ആൻഡ് ദെൻ ലേറ്റർ ഇൻ ദ നോവൽ ബെർട്ട് ഇസ് ക്യാരിഡ് ഓഫ് ഇൻ ബട്ടറഡ്ജസ് ബലൂൺ. അതായത് ഈ ബട്ടറഡ്ജിന്റെ ബലൂൺ വന്ന് താഴെ ഇറങ്ങിയില്ലേ, നമ്മുടെ ഹോട്ട് എയർ ബലൂൺ, അതായത് പാരച്യൂട്ടിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പാരച്യൂട്ട് പോലുള്ളതാണ് ഹോട്ട് എയർ ബലൂൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ബെർട്ട് കയറി അങ്ങ് പോവാണ്. ആൻഡ് ഇയാള് ബെർട്ട് എന്ത് ചെയ്യുവാണ്, ഡിസ്കവർ ചെയ്യുവാണ് ബട്ടറഡ്ജിന്റെ സീക്രട്ട് പ്ലാൻ. അതായത് ബലൂണിൽ കയറിയ സമയത്ത് ഇയാൾക്ക് മനസ്സിലായി ബട്ടറഡ്ജ് ഒന്നുകിൽ ഈ ഒരു എയർക്രാഫ്റ്റ്, അതായത് നമ്മുടെ ബലൂൺ അല്ല, അയാൾ ഉണ്ടാക്കിയ എയർക്രാഫ്റ്റ് ഒന്നുകിൽ ജർമ്മനിക്ക് അല്ലെങ്കിൽ ബ്രിട്ടന്റെ ആർമിക്ക് കൊടുക്കാനിരിക്കുവാണെന്ന്. ബെർട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷൻ മുന്നിട്ട് കണ്ടിട്ട് പിന്നെ ഒരു പ്ലാൻ ഇങ്ങനെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ബലൂൺ ആരാണ്ട് വെടിവെച്ചിട്ടു. ഒരു സീക്രറ്റ് ആയിട്ടുള്ളൊരു ജർമ്മൻ ഏരിയയിൽ ഈ ബലൂൺ അങ്ങ് വന്ന് താഴെ വീണു. അതായത് നമ്മുടെ ബെർട്ടും ബട്ടറഡ്ജും കൂടെ കയറിയ ബലൂൺ ആരോ ഒരാൾ വന്ന് ഷൂട്ട് ചെയ്തിട്ട് അതൊരു സീക്രറ്റ് ആയിട്ടുള്ള ജർമ്മൻ സ്ഥലത്ത് ഇത് വന്നങ്ങ് വീണു. അവിടെ രണ്ടുപേരും വീഴുകയാണ് ചെയ്യുന്നത്. ബെർട്ട് എന്ത് ചെയ്യുവാണ്, എന്നിട്ട് മിസ്റ്റർ ബട്ടറഡ്ജിന്റെ ഇൻവെൻഷനെ, അതായത് മിസ്റ്റർ ബട്ടറഡ്ജ് ആണ് ഇത് ഉണ്ടാക്കിയെന്ന്, അതായത് ഈ എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയെന്ന് ആർക്കും അറിയില്ല. ഇയാളാണ് ഇൻവെൻഷന്റെ പുറകിലെന്ന് ബെർട്ടിന് മാത്രമേ ഈ ഒരു രഹസ്യം അറിയത്തുള്ളൂ. ബെർട്ട് എന്ത് ചെയ്തു, ഈ ബലൂൺ താഴെ വീണ് കുറച്ച് ആ ഒരു കൺഫ്യൂഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ജർമ്മൻ ഒരു സീക്രട്ട് ഏരിയയിലാണ് വീണത് ഇത്. ഓക്കെ, ബെർട്ട് എന്ത് ചെയ്യാണ്, മിസ്റ്റർ ബട്ടറഡ്ജിന്റെ ഇൻവെൻഷൻ പതുക്കെ സെല്ല് ചെയ്യാനായിട്ടുള്ള പ്ലാൻസ് ഒക്കെ തുടങ്ങി. ആൻഡ് എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഒരു ജർമ്മൻ ഒരു എയർ ഫ്ലീറ്റ് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സർപ്രൈസ് ആയിട്ട് ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാനിരിക്കുമായിരുന്നു. ഈ എയർ ഫ്ലീറ്റിനകത്ത് ഈ നമ്മുടെ ബെർട്ട് എന്ന് പറഞ്ഞ നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് ഉണ്ടല്ലോ, അയാൾ ഇതിനകത്ത് അങ്ങ് ആയിപ്പോവും. അവിടെ ഇയാൾ കുറെ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഈ ഒരു ജർമ്മനിയിൽ, അതായത് ഒരു ജർമ്മൻ എയർ ഫ്ലീറ്റ് US ബോംബിടാൻ നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഇയാൾ ഇതിന്റെ ഇടയ്ക്ക് കയറി പൊക്കളയും, അതായത് ഇടയ്ക്കായി പോയി കളയും. അപ്പോൾ ഇതിന്റെ ഒരു ലീഡർ എന്ന് പറയുന്നത് ഒരു ജർമ്മൻകാരനായിട്ടുള്ള പ്രിൻസ് കാൾ ആൽബർട്ട് ആയിരുന്നു. അയാളാണ് ഈ പ്ലാനിന്റെ ലീഡറും എക്സിക്യൂട്ട് ചെയ്യുന്ന ആളും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ബെർട്ടിനെയും കൂടെ എടുത്തുകൊണ്ട് പോയി. ഇയാൾ വിചാരിച്ച ഒരു കാര്യം ചെയ്യാം, ബെർട്ടിനെയും കൂടെ കൂട്ടാന്ന് പറഞ്ഞ് ഇയാൾ ബെർട്ടിനെയും കൂടെ കൂട്ടുവാണ്. പ്രിൻസിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ദ ജർമ്മൻ അലക്സാണ്ടർ അല്ലെങ്കിൽ നെപ്പോളിയൻ എന്നാണ്. അയാളെന്ന് പറയുന്നത് ജർമ്മൻ രാജ്യത്തിന് വേണ്ടി, അതായത് വളരെ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. അത് മാത്രമല്ല ഇമ്പീരിയൽ അംബിഷൻസ് ഒക്കെ കൂടുതലായിട്ടും ഉള്ളൊരു വ്യക്തിയാണ് ഇയാള്. ഓക്കെ, അപ്പൊ ബെർട്ട് ആ സമയത്ത് നമ്മുടെ ബെർട്ടിന്റെ എങ്ങനെയോ ഇയാള് ബട്ടറഡ്ജ് എന്നുള്ളൊരു ഡിസ്കൈസിലാണ് ബെർട്ട് നടക്കുന്നത് അവിടെ കേട്ടോ. അപ്പൊ ഈ ബെർട്ടിന്റെ ഡിസ്കൈസ് ആരോ ജർമ്മൻകാരൊക്കെ കണ്ടുപിടിക്കുകയും, അതായത് ഇയാൾ ഇങ്ങനെ ഒളിച്ച് വേറെ കള്ളപ്പേരിൽ നടക്കുവാണെന്നും ഇത് ഇയാളുടെ ഇൻവെൻഷൻ അല്ലാന്ന് ഇവരൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്തു. ആൻഡ് ആ സമയത്ത് നമ്മുടെ പ്രിൻസ് ഉണ്ടല്ലോ, അതായത് പ്രിൻസ് കാൾ ആൽബർട്ട്, അയാൾ എന്ത് ചെയ്യും, ഇവനെ എവിടെയോ എടുത്ത് കൊല്ലാനൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷെ ഇയാൾ എന്ത് ചെയ്യും, കടിച്ചു പിടിച്ച് എവിടെയെങ്കിലും നിൽക്കും. അങ്ങനെ ഇയാള് ആ ഒരു ജർമ്മൻ അറ്റാക്ക് ഓൺ US ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് ആ ഒരു ഇൻസിഡന്റ് വിറ്റ്നസ് ചെയ്ത ആദ്യത്തെ വ്യക്തിയായിട്ട് നമ്മുടെ ബെർട്ട് മാറും. ഓക്കെ, നമ്മുടെ അറ്റാക്ക് എന്തായിരുന്നു, ജർമ്മനിയുടെ, അതായത് ന്യൂയോർക്ക് സിറ്റിയിൽ ഈ എയർ റെയ്ഡ്സ് നടത്തുകയാണ്. അതായത് ഈ ബോംബിങ് ഇങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ന്യൂയോർക്ക് സിറ്റിയിൽ നമ്മുടെ ജർമ്മൻകാർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ, പ്ലെയിൻ ഉണ്ടല്ലോ, എയർക്രാഫ്റ്റിൽ ഇവരിങ്ങനെ വാർ കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സർപ്രൈസ് ആയിട്ടുള്ള അറ്റാക്ക് എല്ലാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇൻസിഡന്റിന്റെ ഉള്ള ഏക ഒരു വിറ്റ്നസ് എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ ബെർട്ടാണ്.
എന്തെങ്കിലും ഈ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് ചെയ്യുന്നതിന് മുന്നേ, അതായത് അവർക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഉള്ളൊരു സർപ്രൈസ് അറ്റാക്ക് ആയിരുന്നു ഈ ജർമ്മൻ ഏരിയൽ ഫോഴ്സസിന്റെ. ഓക്കെ, അപ്പൊ അതായത് അമേരിക്കൻസിന് ഒരു ലാർജ് ആയിട്ടുള്ള ഏരിയൽ നേവി ഉണ്ടാകുന്നതിന്, അല്ലാതെ ആ ഒരു പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു ചാൻസ് പോലും കൊടുത്തില്ല. അതായത് യാതൊരു വിധത്തിലൊരു ക്ലൂ ഇല്ലാതെയായിരുന്നു ഈ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സമയത്ത് ജർമ്മനിക്കാര്, അതായത് US-നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ അവർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയും ജപ്പാനും സീക്രറ്റ് ആയിട്ട് ഇവർക്കെതിരെ ഒരു മാസീവായിട്ട് എയർഫോഴ്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതായത് ടെൻഷൻസ്, അതായത് ജപ്പാനും യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടുള്ള ആ ഒരു, അതായത് ചൈനയും ജപ്പാനുമായിട്ടുള്ള ഈ ഒരു എന്താ പറയുക, ഈ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഓപ്പറേഷൻ ആർക്കും അറിയില്ലായിരുന്നു, ജർമ്മൻകാർക്ക് അറിയില്ലായിരുന്നു. അവർ ബിസ്ലി ആക്ച്വലി അറ്റാക്കിംഗ് ന്യൂയോർക്ക് സിറ്റി ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയും ജപ്പാനും കോമൺ എനിമി എന്ന് പറയുന്നത്, ചൈനയ്ക്കും ജപ്പാനും കോമൺ എനിമി ഈ ജർമ്മനുകാരും ഉണ്ട്, അതുപോലെ തന്നെ അമേരിക്കക്കാരും ഉണ്ട്. അതായത് ഇവർക്ക് US-ഉമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ US-ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രണ്ടുപേരെ ഫേസ് ചെയ്യേണ്ടി വന്നു. അതായത് ഈസ്റ്റിനെയും വെസ്റ്റിനെയും നല്ലപോലെ എയറിലും സീയിലും അതുപോലെ തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നു. അതായത് ചൈനയും ജപ്പാനും ഒരു സൈഡിലും ജർമ്മനിക്കാരും ഒരു സൈഡിലും. അപ്പൊ എയറിലും സീയിലും ഇതുപോലെ നല്ലപോലെ എന്താ പറയുക, ആ ഒരു പിന്നെ വാർ ടെൻഷൻ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്യേണ്ടി വന്നു. അതായത് ജപ്പാനും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ജാപ്പനീസ് ഇമിഗ്രൻസിന് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ അവിടുത്തെ ഗവൺമെന്റ് ഡിനൈ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അടിയായി. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ചൈനയ്ക്കും ജപ്പാനും ഉള്ള ഒരു പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയൽ ഫോഴ്സസ് ഉണ്ട്. അതായത് ഈ വാർക്രാഫ്റ്റും ഈ എയർക്രാഫ്റ്റും ഈ എയർ ബോംബിങ്സും എയർ റെയ്ഡ്സും ഒക്കെ നല്ലപോലെ പ്രൊസസ് ചെയ്യുന്ന രാജ്യങ്ങളാണ് രണ്ടും, ചൈനയും ജപ്പാനും. അപ്പം ഇതൊന്നും അറിയാതെ US അപ്പം എന്ത് ചെയ്യാണ്, നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിൽ നിന്നും, ജർമ്മനിക്കാരുമായിട്ടും നമ്മുടെ ചൈനയും ജപ്പാനുമായിട്ടും, എയറിലും സീയും വഴിയും. അങ്ങനെ നമ്മുടെ ബെർട്ട് സ്മോൾ വേസ് ഉണ്ടല്ലോ, നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ജർമ്മൻസ് എന്ത് ചെയ്യാണ്, ന്യൂയോർക്ക് സിറ്റിയുടെ മുകളിൽ സെവറൽ കീ പോയിന്റ്സിൽ, അതായത് മെയിൻ ഏരിയാസിലെല്ലാം ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവർ പറയുവാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മേഴ്സിലാണ് ഈ ഒരു സിറ്റി എന്ന് ഇപ്പൊ ഇരിക്കുന്നത്, അപ്പോൾ കൂടുതൽ ഞങ്ങളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ നിൽക്കേണ്ട എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവിടുത്തെ മേയർ എന്ത് ചെയ്യുവാണ്, ഡിക്ലെയർ ചെയ്യുവാണ് ന്യൂയോർക്കിന്റെ സറണ്ടർ. വൈറ്റ് ഹൌസിൽ നിന്ന് കൺസെന്റ് മേടിച്ചിട്ട് അവിടുത്തെ മേയർ പറയുവാണ്, ഞങ്ങൾ സറണ്ടർ ചെയ്യുവാണെന്ന്. ഓക്കെ, പക്ഷേ അവിടുത്തെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ പോപ്പുലേഷന് ഇത് കേട്ടപ്പോൾ വളരെയധികം ദേഷ്യമാണ് വന്നത്. അപ്പോൾ അവിടെയുള്ള ലോക്കൽ ഈ മിലിറ്ററി ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ജർമ്മൻ എയർഷിപ്പിനെ കുറേയൊക്കെ ഒന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നോക്കി. അതായത് അവർ ആ സമയത്ത് അതായത് സറണ്ടർ ചെയ്യുകയെന്ന് അറിഞ്ഞപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ, ന്യൂയോർക്ക് സിറ്റിയിലുള്ള ആളുകൾക്ക് വളരെയധികം പിന്നെ നാഷണലിസ്റ്റിക് ഫീലിംഗ്സ് ഒക്കെ വന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്ത്, അവിടെയുള്ള ലോക്കൽ ഗ്രൂപ്പ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, റിബൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ജർമ്മൻ എയർഷിപ്പിനെ എന്ത് ചെയ്യാൻ തുടങ്ങി, പതുക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നോക്കി. അവരുടെ ആ ഒരു തോക്കും എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയ്യിലുള്ള എന്താന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാൻ നോക്കി. അപ്പം ഈ ഒരു ഇതും കൂടെ ആയപ്പോഴത്തേക്ക് നമ്മുടെ പ്രിൻസ് കാൾ ആൽബർട്ട് ഉണ്ടല്ലോ, അയാൾക്ക് വളരെയധികം പക തോന്നി. അയാൾ ഹോൾസെയിലായിട്ട് ഡിസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് എയർഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സിസ്റ്റമാറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും മരണം വിതച്ചു നമ്മുടെ ന്യൂയോർക്ക് സിറ്റിയിൽ. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ന്യൂയോർക്ക് സിറ്റി നല്ല രീതിയിൽ ഡിസ്ട്രോയിഡ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള, അതായത് അമേരിക്കക്കാരുടെ കയ്യിൽ വലിയ സുപ്പീരിയർ ആയിട്ടുള്ള ഫ്ലൈയിങ് മെഷീൻസ് ഒന്നും ഇല്ല. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഇൻഫീരിയർ ഫ്ലൈയിങ് മെഷീൻ വന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ജർമ്മൻ ഫോഴ്സിനെ പതുക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഇല്ലായിരുന്നു, സ്മോൾ സ്കെയിലായിരുന്നു. പക്ഷേ എന്നാൽ പോലും എന്താണ്, ജർമ്മൻസിനെ കുറച്ചൊന്ന് ഒതുക്കാൻ ഇവർക്ക് സാധിച്ചു. അതായത് ആ നമ്മുടെ പ്രിൻസ് കാൾ ആൽബർട്ടിന്റെ പിന്നെ ഫ്ലാഗ്ഷിപ്പ് ഒക്കെ ഡിസേബിൾഡ് ആയി ആ പ്ലെയിനിന്റെ. ആൻഡ് അതുപോലെ തന്നെ അവർക്ക് വിൻഡിനെ ഫേസ് ചെയ്യാൻ പറ്റാതെയായി. അങ്ങനെ അവർ ക്രാഷ് ലാൻഡ് ചെയ്തു ഒരു സ്ഥലത്ത്. ബെർട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടുത്തെ അതിനകത്ത് ഒഫീഷ്യൽ, അതായത് ഈ നമ്മുടെ പ്രിൻസ് കാൾ ആൽബർട്ട് വീണു എന്ന് പറഞ്ഞപ്പോൾ ബെർട്ടായി പിന്നെ അവിടുത്തെ ഒഫീഷ്യൽ മെമ്പറായി മാറി ക്രൂവിന്റെ. ആൻഡ് അവർ വളരെ പിന്നെ ഒരു വിൽഡേർനെസ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു, ഒരു വൈൽഡ് ഏരിയയിലായിരുന്നു അവർ വീണത്. സോ അവരവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുവാണ് സർവൈവ് ചെയ്യാൻ. അങ്ങനെ അവിടെ വെച്ച് ബെർട്ട് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജർമ്മൻ ജൂനിയർ ഓഫീസറിനെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. ആൻഡ് അവിടെ വെച്ചിട്ട് അവരുടെ അവരെ ഒരുപാട് പേരുമായിട്ട് ഇയാൾ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ജർമ്മൻ എയർഷിപ്പ് ഇവരെ എന്ത് ചെയ്തു, ഒരു പുതിയ ബാറ്റിലോട്ട്, അതായത് ഒരു എയർഷിപ്പിനകത്തോട്ട് കയറ്റിയിട്ട്, അതായത് ഒരു എയർക്രാഫ്റ്റിൽ കയറ്റിയിട്ട് വേറൊരു ബാറ്റിൽ സ്ഥലത്തോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ വളരെയധികം വെഞ്ചിഫുൾ ആയിട്ടിരുന്ന നമ്മുടെ പ്രിൻസ് കാൾ ആൽബർട്ട് എന്ത് ചെയ്തു, വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് ജർമ്മൻ ഫോഴ്സസിനെ വീണ്ടും പുതിയ ജർമ്മൻ ഫോഴ്സസിനെ കൊണ്ടുവന്നിട്ട് നയാഗ്ര വാട്ടർഫോളിന്റെ അവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ എന്ത് ചെയ്യാണ്, അവിടെയുള്ള അമേരിക്കൻ പോപ്പുലേഷൻ ഫുൾ എവിക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ ഒരു ലാർജ് ജർമ്മൻ എയർഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി, അതായത് ബിൽഡ് ചെയ്യാൻ തുടങ്ങി അവിടുത്തെ അമേരിക്കൻ സോയിലിൽ.
അതേസമയം തന്നെ പിന്നെന്താണ്, ആ ഏഷ്യൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ചൈനയും ജപ്പാനും കൂടി അവരെന്ത് ചെയ്തു, അവർക്കും കോൺകർ ചെയ്യാൻ പ്ലാൻ ഉണ്ട് അമേരിക്ക, അവർക്കും ഉണ്ടല്ലോ വെഞ്ചഫുൾനെസ്. അപ്പൊ അവരും റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഇതേ സമയം എന്താണ്, സാൻ ഫ്രാൻസിസ്കോ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ട് ഗ്രൂപ്പും കൂടി. അവരും എന്ത് ചെയ്യാണ്, ഏരിയൽ ഫോഴ്സസ് എല്ലാം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വിട്ടിട്ട് എന്താ പറയാ, ഈ ഒരു നാഗ്ര ബേസിൽ ഉണ്ടാക്കുന്ന നമ്മുടെ ജർമ്മൻസിന്റെ ബേസ് ഉണ്ടല്ലോ, എയർഫീൽഡ് ബേസ്, അതിനെ ഡിസ്ട്രോയ് ചെയ്യാനും ആര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചൈനയും ജപ്പാനും അടുത്ത സൈഡിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബെർട്ടിന് ശരിക്കും പറഞ്ഞാൽ ജർമ്മനും ഏഷ്യൻ ഷിപ്സും തമ്മിലുള്ള എയർഷിപ്പ് തമ്മിലുള്ള ഫൈറ്റും കൂടി ബെർട്ടിന് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബെർട്ടിന് അത് കാണാൻ സാധിച്ചു. ആ സമയത്ത് നമ്മുടെ ഇപ്പം ചൈനയും ജപ്പാനും കൂടി ഒരുമിച്ച് ഇപ്പൊ ജർമ്മൻകാരെയും അമേരിക്കക്കാരെയും ഇപ്പൊ എന്താണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഏഷ്യാറ്റിക് എയർ ഫ്ലീറ്റ് എന്ന് വെച്ചാൽ ബോത്ത് ചൈന ആൻഡ് ജപ്പാന്റെ എയർ ഫ്ലീറ്റ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വൺ മാൻ ഫ്ലൈയിങ് മെഷീൻസ് ആണ്. അതായത് ഒരാൾക്ക് മാത്രം ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്ലെയിൻസിലാണ് ഇവർ വന്ന് ഇറങ്ങുന്നത്. ആ പ്ലെയിൻസിന്റെ പേര് NIAIS നിയായിസ് എന്നാണ്. അപ്പൊ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മാത്രമേ കാണൂ, ഒരു പൈലറ്റേ കാണത്തുള്ളൂ. ആ പൈലറ്റിന്റെ കയ്യിൽ ഓക്സിജൻ ബുള്ളറ്റ്സ്, അതായത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബുള്ളറ്റ്സ് ഫയർ ചെയ്യുന്ന ഒരു ഗണ്ണുണ്ട്. അത് ഓക്സിജൻ വെച്ച് ലോഡഡ് ആണ്. അത് എന്തിനെതിരെയാണ് യൂസ് ചെയ്യുന്നത്, ഹൈഡ്രജൻ ഫിൽഡ് എയർഷിപ്സ് ആയിട്ടുള്ള ജർമ്മൻകാരുടെ ഹൈഡ്രജൻ ഫിൽഡ് എയർഷിപ്സിനെതിരെ കൊണ്ടുവന്നതാണ് ഈ ഒരു ഓക്സിജൻ ഫിൽഡ് ബുള്ളറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗൺ എന്ന് പറയുന്നത്. അപ്പൊ ഏഷ്യൻസ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വളരെയധികം ഇൻവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ മനസ്സിലായി വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു വാറാണ് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന്. ആൻഡ് ജർമ്മൻ എയർഷിപ്സ് എല്ലാം ഡിസ്ട്രോയ് ആയി, ഒരുപാട് പേര് ഓടിക്കളയുകയും ചെയ്തു. ആൻഡ് ഇവൻച്വലി ഇവർ ഈ ജർമ്മൻ എയർഷിപ്സിന് അമേരിക്കക്കാരുമായിട്ടും സറണ്ടർ ചെയ്യേണ്ടി വന്നു. ആൻഡ് കുറച്ച് പേര് മാത്രമേ ഈ പ്രിൻസ് കാൾ ആൽബർട്ടിന്റെ അവിടെ റിമെയിൻ ചെയ്തോളൂ. അതായത് അവർ മാത്രമേ, കുറച്ച് പേർ മാത്രമേ ഉള്ളൂ ജീവനോടെ ഇരുന്നത്, അലോങ് വിത്ത് പ്രിൻസ് കാൾ ആൽബർട്ട്. ബേർട്ട് എന്ന് പറയുന്നത് ഒരു ഗോട്ട് ഐലൻഡിൽ, അതായത് നയഗ്ര ഫോൾസിന്റെ ഒരു മിഡിൽ ആ ഒരു പോർഷനിൽ ഒരു ഗോട്ട് ഐലൻഡ് ഉണ്ട്. അവിടെ ഇയാൾ എന്ത് ചെയ്യാണ്, അകപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് അദ്ദേഹം കുറേ ഈ ജാപ്പനീസ് നിയാസിസിനെ കണ്ടുമുട്ടുന്നു. അതായത് ലൈറ്റ് വെയിറ്റ് ഫ്ലൈയിങ് മെഷീൻസ് ഉണ്ട്, അതിനകത്ത് ഉള്ള പൈലറ്റിനെയൊക്കെ കണ്ടുമുട്ടുവാണ് നമ്മുടെ ബേർട്ട്. അവിടെ വെച്ച് തന്നെ പ്രിൻസ് കാൾ ആൽബർട്ടും കുറേ സർവൈവിംഗ് ജർമ്മൻ ഓഫീസേഴ്സിനെ കണ്ടുമുട്ടുന്നു ഈ ഗോട്ട് ഐലൻഡിൽ വെച്ച്. ആൻഡ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, വഴക്കാവുകയാണ് ചെയ്യുന്നത്. അതായത് ചൈനക്കാരുണ്ട്, ജാപ്പനീസ് ഉണ്ട്, ജർമ്മൻ ഉണ്ട്, അമേരിക്കക്കാരും എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുകയാണ് ചെയ്യുന്നത്. ഒരു ലൈഫ് ഓർ ഡെത്ത് കോൺഫ്രണ്ടേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ബേർട്ടിനാണെങ്കിൽ ഇത് കണ്ട് മടുത്തു. അതായത് ഈ ബ്ലഡ് ഷെഡും വയലൻസും എല്ലാം കണ്ട് ബേർട്ട് വളരെ ജെന്റിൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആൻഡ് ഹീസ് ഓൾസോ നോട്ട് ക്ലെവർ. ഓക്കെ, ഒരു അൺഇന്റലിജന്റ് ആയിട്ടുള്ള അൺഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സാധാരണ ഒരു മനുഷ്യനാണ് ഇയാൾ. അപ്പൊ ഇയാൾക്ക് ഇതെല്ലാം അവിടെ കണ്ടപ്പോഴത്തേക്ക് ഇവിടെയും അടി എവിടെയും അടി, അതായത് എല്ലായിടത്തും ബ്ലഡ് ഷെഡ് വയലൻസ് കണ്ടപ്പോഴത്തേക്കും ഇയാൾക്ക് എന്ത് തോന്നി, ഇയാൾക്ക് വളരെയധികം ഒരുമാതിരി തോന്നി, അതായത് വളരെ സിക്കൻഡ് ആയിട്ട് തോന്നി. ഓക്കെ, ആൻഡ് ഇയാൾ അവസാനം എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസിനെ അങ്ങ് കൊല്ലുകയാണ് ചെയ്യുന്നത്. ആൻഡ് ബേർട്ട് എന്ത് ചെയ്യുവാണ്, ഒരു ഏഷ്യൻ ഫ്ലൈയിങ് മെഷീൻ റിപ്പയർ ചെയ്തിട്ട് അവിടെ നിന്ന് അയാളെ എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം ന്യൂയോർക്കിലുള്ള ഒരു പ്ലേസിൽ ക്രാഷ് ലാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ന്യൂയോർക്കിൽ ക്രാഷ് ലാൻഡ് ചെയ്ത് നമ്മുടെ ബേർട്ട് മനസ്സിലാക്കുകയാണ്. അവിടുത്തെ ലോക്കൽ അമേരിക്കൻസിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ബേർട്ടിന് മനസ്സിലായി കുറേ ഏഷ്യാറ്റിക് ഫോഴ്സസ് ഒരു ആയിരക്കണക്കിന് ആളുകളുമായിട്ട് വെസ്റ്റേൺ സീ ബോർഡിൽ ലാൻഡഡ് ആയി, അതായത് ഈ സീ വഴി ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ജർമ്മനിയും അമേരിക്കയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അങ്ങ് എല്ലാവരും മറന്നു. ഇപ്പൊ എന്താണ്, ഏഷ്യൻ ഫോഴ്സസുമായിട്ടുള്ള കോൺഫ്ലിക്റ്റും അതായത് ഏഷ്യാറ്റിക് ഫോഴ്സസും അമേരിക്കയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇപ്പൊ കൂടുതലും ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അത് വളരെ സാവേജറി ആയിട്ടും വളരെ വയലൻസും നിറഞ്ഞ, അല്ലെങ്കിൽ ബ്ലഡ് ഷെഡ് നിറഞ്ഞ ഒരു ഇതാണ്, ഒരു കൈൻഡ് ഓഫ് വാർ ആയി മാറി. അതായത് രണ്ട് സൈഡിൽ നിന്നും പ്രിസണേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നു, സീ വഴി ആക്രമിക്കുന്നു, എയർ വഴി ആക്രമിക്കുന്നു, അങ്ങനെ ആകെ പ്രശ്നമായിട്ട് മാറി. ആൻഡ് ചൈനീസ് അമേരിക്കൻസ്, അതുപോലെ തന്നെ ഈ അമേരിക്കയിലുള്ള ചൈനക്കാർ കാണുമല്ലോ, അപ്പോൾ അവരെന്ന് പറയുന്നത് ആ ചൈനീസ് അമേരിക്കൻസിനെ എല്ലാം ആളുകൾ വന്ന് തന്നെത്താനെ അടിച്ചങ്ങ് കൊല്ലാൻ തുടങ്ങി, അതായത് അവിടെ ഉള്ള അമേരിക്കൻസ്. അങ്ങനെ അത് മാത്രമല്ല, അതേ സമയം കൂടി ഇടയ്ക്ക് കയറി നിന്ന ബ്ലാക്ക് അമേരിക്കൻ പീപ്പിളിനെയും ഇതിന്റെ ഇടയ്ക്കൂടെ ആരാണ്ടൊക്കെ ചാൻസ് നോക്കി റേസിസം പറഞ്ഞ് കൊല്ലാനും തുടങ്ങി. അതായത് ചൈനക്കാരാണല്ലോ ഇവിടെ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ സാധാരണ ജോലി തേടിയോ അല്ലെങ്കിൽ ജനിച്ചിട്ടുള്ള ചൈനക്കാരെ എല്ലാം അമേരിക്കക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നങ്ങ് ആക്രമിച്ച് കൊല്ലാൻ തുടങ്ങി. ആൻഡ് ബേർട്ട് മനസ്സിലാക്കി ദാറ്റ് ഇസ് എന്താണ്, അമേരിക്കൻസിന് വാർ എന്ന് പറയുന്നത് വളരെ മോശമായിട്ട്, അതായത് അമേരിക്കൻസിന്റെ സ്ഥിതി വളരെ മോശമാണെന്ന് ഈ വാർ വഴി ഇയാൾക്ക് മനസ്സിലായി. അതായത് അവർക്ക് സുപ്പീരിയർ ആയിട്ടുള്ള ഈ ഒരു ഏഷ്യൻ ഫ്ലൈയിങ് ഒബ്ജക്ട്സിനെ ഒന്നും നേരിടാനും പറ്റുന്നില്ല, ഒരു രീതിയിലും അവർക്ക് അങ്ങോട്ട് സക്സസ്ഫുൾ ആകാനും പറ്റുന്നില്ല. അതായത് ഈ ഒരു വാറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അമേരിക്കൻസിന്. അപ്പൊ അമേരിക്കൻസിന്
അങ്ങനെ ആ ഒരു സമയത്ത് അമേരിക്കൻസ് ഇങ്ങനെ മോൺ ചെയ്യുവാണ്. അതായത് ഞങ്ങളുടെ ബട്ടറിഡ്ജ് മെഷീൻ ഉണ്ടാക്കിയ ആള് മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അത് വെച്ചെങ്കിലും ഞങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു എന്ന് ഇവരിങ്ങനെ പറയുവാണ്. അപ്പോൾ ആ സമയത്ത് ബെർട്ട് ഡിസ്ക്ലോസ് ചെയ്യുവാണ്, ബട്ടറിഡ്ജിന്റെ ഫ്ലൈയിങ് മെഷീൻ എന്ന് പറയുന്നത് എന്റെ കയ്യിലാണുള്ളത്. ഓക്കെ, അപ്പോൾ അത് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ അത് വേണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മുടെ ബെർട്ട് അവിടെ ആ ഒരു കറക്റ്റ് ടൈം ആയപ്പോൾ സംസാരിക്കാൻ തുടങ്ങി നമ്മുടെ അമേരിക്കൻസിന്റെ അടുത്ത്. അത് കേട്ടോണ്ട് നിന്ന് അവിടുത്തെ ഒരു ലോക്കൽ റിബൽ ലീഡർ ഉണ്ടല്ലോ, അയാള് പറയുവാണ്, പ്രസിഡന്റിന്റെ അടുത്ത് ഒരു കാര്യം ചെയ്യ്, ഈ പ്ലാനിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അതായത് ബട്ടറിഡ്ജിന്റെ എയർക്രാഫ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങളത് ആ കാര്യം പ്രസിഡന്റിന്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറയുവാണ്. അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പ്രസിഡന്റ് അടുത്ത് പറയുവാണ്, ഒരു അഡ്വഞ്ചറസ് റൈഡിന് ശേഷം, അതായത് നമ്മുടെ ന്യൂയോർക്കിൽ നമ്മുടെ പ്രസിഡന്റ് എന്താണ് ഒരു ഹൈഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രസിഡന്റ് അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പ്രസിഡന്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള കുറെ കോപ്പീസ് പ്രിന്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അതായത് യുഎസിലുള്ള എല്ലാ സ്ഥലത്തോട്ടും അതുപോലെ തന്നെ യൂറോപ്പിലോട്ടും ഈ ബട്ടറിഡ്ജിന്റെ മെഷീന്റെ കാര്യത്തെക്കുറിച്ചും ഇനി ഇവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് കണ്ടീഷനെ കുറിച്ചും ഇങ്ങനെ ന്യൂസ് എല്ലാം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ റിസൾട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണെന്ന് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടറിഡ്ജിന്റെ മെഷീൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ ചീപ്പാണ് ആൻഡ് ഈസിയാണ്, പെട്ടെന്ന് ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് ലാൻഡ് മതി. അപ്പം ഇത് ആർക്ക് വേണമെങ്കിലും ബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം. നാഷണൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ലോക്കൽ റിബൽ ഗ്രൂപ്പ്സിനോ ഈവൻ ബണ്ടിറ്റ്സിന് വേണ്ടി, അതായത് റോബേഴ്സിന് പോലും ഇത് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാർ ആർക്ക് വേണമെങ്കിലും നശിപ്പിച്ചെടുക്കുക. അതായത് ഇത് കൂടുതലും ആക്സലറേറ്റ് ചെയ്യാനേ ആളുകൾ നോക്കത്തുള്ളൂ. ഓക്കെ, ആൻഡ് ഈ ന്യൂയോർക്ക് അറ്റാക്ക് ചെയ്തിരിക്കുന്ന കാര്യമൊന്നും കൂടുതൽ ആയിട്ട് വെളിയിലുള്ള ആളുകൾക്കൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം ബിക്കോസ് ഈ ഒരു പബ്ലിക്കേഷൻ തന്നെ ആളുകൾ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ബെർട്ടിന് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത്, അതായത് ന്യൂയോർക്കിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ ബെർട്ടിന് അങ്ങും ഇഞ്ഞും നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ബെർട്ടിന് പോലും അറിയാവൂ. അപ്പൊ ഈ ബാക്കിയുള്ള സ്ഥലത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയത്തില്ല, ബെർട്ടിനെ അറിയത്തില്ല. അപ്പൊ നമ്മുടെ നറേറ്റർ, അതായത് നമ്മുടെ നറേറ്റർ പറയുവാണ്, അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുവാണ്, നമ്മുടെ ഒരു നറേറ്റർ ഉണ്ട് ഇതിനകത്ത്. നറേറ്ററിന് ലാസ്റ്റ് ആണ് പറയുന്നത്, അതായത് അയാളൊരു ഫ്യൂച്ചർ ഹിസ്റ്റോറിയൻ ആണ്. അപ്പൊ അയാൾ ഈ വാറിനെ കുറിച്ചും അതിന്റെ റിസൾട്ടിനെ കുറിച്ചും എല്ലാം ഇയാൾ ഇങ്ങനെ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അയാൾ ബെർട്ടിന് അവൈലബിൾ അല്ലാത്ത ഇൻഫർമേഷൻ നമ്മൾ റീഡേഴ്സിന്റെ അടുത്ത് ഇയാൾ ഷെയർ ചെയ്യുവാണ്, ഈ ഒരു നറേറ്റർ എന്ന് പറഞ്ഞ മനുഷ്യൻ. അപ്പൊ നറേറ്റർ പറയുവാണ്, ഈ ജർമ്മൻ അസോൾട്ട് ഉണ്ടല്ലോ യുഎസിൽ, അതായത് ജർമ്മൻകാർ യുഎസ് ആക്രമിച്ചു എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഹോൾ യൂറോപ്യൻസിനെല്ലാം ഭയങ്കര ഒരു ഷോക്കായി പോയി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡമും ഫ്രാൻസും സ്പെയിനും ഇറ്റലിയും എല്ലാം കൂടി അവരുടെ ഏരിയൽ റിസോഴ്സസ് എല്ലാം കൂടി പൂൾ ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ സ്ട്രോങ് ഫോഴ്സ് ആയിട്ട് മാറിയിട്ട് നമ്മുടെ ജർമ്മനിയെ അറ്റാക്ക് ചെയ്തു. അതായത് ബെർലിനും ഹാംബർഗ് എന്നുള്ള സ്ഥലത്തിനെല്ലാം ഫുള്ളായിട്ട് ഡിസ്ട്രോയ് ചെയ്തു. അങ്ങനെ ജർമ്മൻസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു കൗണ്ടർ അറ്റാക്ക് പ്രൊവൈഡ് ചെയ്തു. കൗണ്ടർ അറ്റാക്ക് എവിടെയാണ്, പാരീസും ലണ്ടനും എല്ലാം തകർത്തെറിഞ്ഞു. അമേരിക്കൻസ് അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് ഏഷ്യയിൽ നിന്ന് അറ്റാക്കും കിട്ടി. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാറ്റിക് ഫ്ലീറ്റ് എന്താണ് അവിടെ കൊണ്ട് നിർത്തിയില്ല, അവർ ആംഗ്ലോ ഇന്ത്യൻ ഏരിയൽ ഫോഴ്സസിനെ കംപ്ലീറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവർ ബർമ അതുപോലെ തന്നെ ഓസ്ട്രേലിയ ആൻഡ് പസഫിക് ഐലൻഡ്സ് ഫുള്ള് ക്യാപ്ചർ ചെയ്തു. അവർ അതിനുശേഷം മിഡിൽ ഈസ്റ്റിലോട്ടും സൗത്ത് ആഫ്രിക്കയും പോയി ക്യാപ്ചർ ചെയ്തു. എന്നിട്ട് എയർഷിപ്സ് ഒക്കെ കൈറോ, അതായത് ഈജിപ്തിലും അവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, അതായത് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് സൂൺ അവർ അർമേനിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ എത്തി. അവിടെ വെച്ചിട്ട് ജർമ്മൻ ഫോഴ്സസിനെ വീണ്ടും എന്ത് ചെയ്തു, ഡിഫീറ്റ് ചെയ്തു. ആൻഡ് ദെൻ വെസ്റ്റേൺ യൂറോപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ആൻഡ് ആ സമയത്ത് വോർ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്ലോബലി ലോകമെമ്പാടും ഒരു ഫിനാൻഷ്യൽ കൊളാപ്സ് വന്നു. അവരുടെ, അതായത് രാജ്യങ്ങളുടെ എല്ലാം അസറ്റ്സും അതുപോലെ ക്രെഡിറ്റ് സിസ്റ്റം എല്ലാം തകർന്നു. ആൻഡ് ഇതിനെ പാനിക് എന്നാണ് നോവലിൽ വിളിക്കുന്നത്. ഓക്കെ, പാനിക് അല്ലെങ്കിൽ ദ പേർപ്പിൾ ഡെത്ത് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ സമയത്ത് നമ്മുടെ ബേർട്ട് എന്ത് ചെയ്യാണ് ചെയ്തത്, അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഒരുപാട് വർഷത്തിന് ശേഷം. ആൻഡ് ദെൻ അദ്ദേഹം എഡ്നയെ കല്യാണം കഴിച്ചു. അവർക്ക് 11 മക്കളുണ്ടായി. ആൻഡ് ദെൻ ഫൈനൽ ചാപ്റ്ററിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസന്റ് വേൾഡ് എന്ന് പറയുന്നത് വളരെ ഓർഡർലി ആയിട്ടും സയന്റിഫിക്കലി സെക്യൂർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. അതായത് ഫ്യൂച്ചറിൽ ഇനി എങ്ങനെയാണെന്നുള്ളത് ആർക്കും അറിയില്ല. അറ്റ് പ്രസന്റ് എന്താണ്, എല്ലാം ഓർഡറായിട്ടും സെക്യൂർഡ് ആയിട്ടും ഇരിക്കുകയാണ്. ആൻഡ് പ്ലോട്ടിന്റെ ഈ ഒരു നമ്മുടെ സ്റ്റോറിയുടെ പ്രസന്റ് ടൈമിൽ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് നല്ല രീതിയിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബേർട്ടിന്റെ ഫാമിലി ഉണ്ടല്ലോ, ബേർട്ടിന്റെ സ്മോൾ വേസ് ഫാമിലി എന്ന് പറയുന്നത് വളരെ ഒരു നല്ല റിച്ച് ആയിട്ട് മാറി. അവര് അഗ്രികൾച്ചറൽ ഒരു ഏജിലായി ഇപ്പൊ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ബെർട്ട് എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ചീഫ്റ്റൈൻ ആയിട്ട് മാറി, അഗ്രികൾച്ചർ ഒക്കെ നോക്കി. അദ്ദേഹത്തിന്റെ ഓൺ വയലൻസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നോവല് തീരുന്നത്. അതായത് ഇംഗ്ലണ്ട് എല്ലാം തകർന്ന് അടിഞ്ഞതുകൊണ്ട്, ഫിനാൻഷ്യലി ഒക്കെ പ്രശ്നങ്ങളായതുകൊണ്ട് അഗ്രികൾച്ചറൽ ലാൻഡിലോട്ട്, അതായത് അഗ്രികൾച്ചറിലോട്ട് തിരിയുകയും നമ്മുടെ ബെർട്ടിന്റെ ഫാമിലി
എന്താണ് അഗ്രികൾച്ചറിലോട്ട് ആ ഒരു സമയത്ത് നിൽക്കുകയാണല്ലോ. അതായത് അവർക്കും ഫാമിങ്ങും അതും ഇതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബേർട്ടിന്റെ ഫാമിലി എന്താണ് വളരെയധികം ഫ്ലറിഷ്ഡ് ആവുകയും ബേർട്ട് ഒരു ട്രൈബൽ ചീഫ് ടൈൻ, അതായത് ഒരു ട്രൈബൽ ഗ്രൂപ്പിന്റെ എന്താ പറയുക ചീഫായി മാറുകയൊക്കെ ചെയ്യുകയാണ്. ആൻഡ് ഒക്കേഷണലി അയാളും എന്താണ് ബ്ലഡ് തേഴ്സ്റ്റി ആക്ട്സ് ഒക്കെ നടത്തുന്നുണ്ട്. അതായത് ഹണ്ടിങ്ങോ അല്ലെങ്കിൽ കില്ലിങ്ങോ ഒക്കെ അയാളും നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ആൻഡ് അദ്ദേഹത്തിന്റെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ലോങ് ഫൊർഗോട്ടൺ ആയി മാറി. അതായത് പണ്ട് ഇദ്ദേഹം എന്താണ് ആ വോറിലൊക്കെ പങ്കെടുത്ത് വോറിനോട് ഒരു വല്ലാത്തൊരു വിമുഖതയായിരുന്നു ഇദ്ദേഹത്തിന്, ഒരു വെറുപ്പായിരുന്നു. അങ്ങനെ സഹിയിട്ട് അയാൾ മറ്റേ ക്യാപ്റ്റനെ, അതായത് നമ്മുടെ പ്രിൻസ് കാൾ ആൽബർട്ടിനെയൊക്കെ കൊന്നിട്ടാണ് ഇയാൾ തിരിച്ചു വരുന്നത്. എല്ലാം കൂടെ കണ്ട് ഇങ്ങനെ ഒരുമാതിരി ആയിട്ട് അല്ലെ, ഒരുമാതിരി വെറുത്തിട്ട് അല്ലെ, ഒരു ഹേറ്റ് ചെയ്തിട്ടാണ് ഇയാളെ കൊല്ലുന്നത്, നമ്മുടെ പ്രിൻസ് കാൾ ആൽബർട്ടിനെ കൊല്ലുന്നത്. അതായത് അത്രയേറെ വോറിനെ വെറുത്തുകൊണ്ട് തിരിച്ച് അയാൾ ഇവിടെ വന്നിട്ട് ഇയാളുടെ ഓൺ വില്ലേജിലും ഇയാളുടെ ഈ അതായത് ബ്ലഡ് ഷെഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബ്ലഡ് തേഴ്സ്റ്റി ആക്ട്സ് ഇയാൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. പണ്ടത്തെ കണക്ക് ഇയാൾ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഇപ്പോൾ ലൈഫ് ലീഡ് ചെയ്യുന്നത്. ഇയാളൊരു ട്രൈബൽ ഗ്രൂപ്പിന്റെ ഒരു എന്താണ് ചീഫാണ്, കല്യാണം കഴിച്ചു, 11 മക്കളുണ്ട്. സോ ഇതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഇതിനകത്തെ ഹീറോ? നമ്മുടെ ബേർട്ട് സ്മോൾവേസ് ആണ്. ഇയാളുടെ ഫിക്ഷണൽ വില്ലേജിന്റെ പേര് ബൺഹിൽ എന്നാണ്, BURNHILL, ബേൺഹിൽ. ഓക്കെ, ദെൻ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ട്രിഡ്ജ് എന്താണ് ഇൻവെന്റ് ചെയ്തത്? അതായത് അദ്ദേഹം ഒരു ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് ആണ് ഉണ്ടാക്കിയത്. ദെൻ ആരായിരുന്നു കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ജർമ്മൻ എയർഷിപ്പ്? നമ്മുടെ പ്രിൻസ് കാൾ ആൽബർട്ട് ആയിരുന്നു. പിന്നീട് ബെർട്ട് എന്താണ് ബലൂണിൽ ഡിസ്കവർ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ബെർട്ട് ഡിസ്കവർ ചെയ്ത് എന്താണ് നമ്മുടെ ബട്ട്രിഡ്ജിന്റെ എയർപ്ലെയിൻ ഡിസൈൻ ആണ് ഇദ്ദേഹം ഡിസ്കവർ ചെയ്തത്. ആൻഡ് ദെൻ പിന്നെന്താണ്, എങ്ങനെയാണ് നമ്മുടെ പ്രിൻസ് കാളിനെ ആരാണ് കൊല്ലുന്നത്? അതായത് ബേർട്ട് തന്നെയാണ് കൊല്ലുന്നത്. പിന്നെ ബേർട്ട് എങ്ങനെയാണ് ഗോട്ട് ഐലൻഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ഒരു ഏഷ്യാറ്റിക് ഫൈറ്റർ പ്ലെയിനിലാണ് ഇദ്ദേഹം എസ്കേപ്പ് ചെയ്യുന്നത്. പിന്നെ ഒരു അമേരിക്കൻ കൺട്രി സൈഡിലാണ് ചെന്ന് ക്രാഷ് ലാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അമേരിക്കൻ കൺട്രി സൈഡിൽ നിന്ന് അവിടുത്തെ ആളുകളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? അതായത് വാർ വളരെയധികം ഗ്ലോബലായി അതങ്ങ് സ്പ്രെഡായി മാറി, സിവിലൈസേഷൻ തന്നെ കൊളാപ്സ് ആയെന്ന് നമ്മുടെ ബേർട്ടിന് മനസ്സിലായി. ഓക്കെ, ആൻഡ് ദെൻ ഇനി പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ വാറിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരുന്നു? ഫാമിനും പ്ലേഗും ആയിരുന്നു ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത്. അതായത് മൊത്തത്തിലൊരു ഗ്രേറ്റ് കൊളാപ്സ് തന്നെ, എക്കണോമിക് കൊളാപ്സ് തന്നെയായിരുന്നു വന്നത്. അപ്പൊ തീം ഓഫ് ദി ഫൈനൽ ചാപ്റ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഫൈനൽ ചാപ്റ്ററിൽ എല്ലാവരും ഒരു പീസ്ഫുൾ ഏരിയയിൽ ജീവിക്കുകയാണ്. ഓക്കെ, വളരെ ഓർഡർലി സയന്റിഫിക്കലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ജീവിക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ ദി വാർ ഒരു യൂണിവേഴ്സൽ കൊളാപ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആളുകൾക്ക് ആർക്കും വർക്കില്ല, ജോലിയില്ല, ഫുഡില്ല, ഫാമിൻ ഉണ്ടായിരുന്നു, പ്ലേഗ് വന്നു, ഇതൊക്കെയാണ് വന്നത്. ഓക്കെ, ദെൻ പിന്നെ ഈ ഒരു നറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബേർട്ടിന് അറിഞ്ഞുകൂടാത്ത ഇൻഫർമേഷനാണ് റീഡേഴ്സിന് നറേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഓർത്ത് വെച്ചേക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിൽ ഓഫ് നോർത്ത് അറ്റ്ലാന്റിക് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ബാറ്റിൽ ഓഫ് നോർത്ത് അറ്റ്ലാന്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജർമ്മൻകാരും മറ്റ് അമേരിക്കക്കാരും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിനെ കുറിച്ചാണ് പറയേണ്ടത്. ഓക്കെ, അതായത് ഒരുപാട് എക്സ്പ്ലോഷൻസ് ഉണ്ടായിരുന്നു, ബെർട്ട് അതിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, ന്യൂയോർക്ക് സിറ്റി ഒരുപാട് അറ്റാക്ക് ചെയ്തു, അതുപോലെ തന്നെ അമേരിക്കയും ചൈനയും ജപ്പാനും കൂടി അറ്റാക്ക് ചെയ്തു, അങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ ന്യൂയോർക്കിൽ അറ്റാക്കിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഗോട്ട് ഐലൻഡിന്റെ എക്സ്പീരിയൻസ്, അതായത് ബെർട്ട് ഗോട്ട് ഐലൻഡിൽ വന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കാം. ബേർട്ടും നമ്മുടെ പ്രിൻസ് കാൾ ആൽബർട്ടും കുറെ ഏഷ്യാറ്റിക് ഫോഴ്സസും എല്ലാം ഈ ഗോട്ട് ഐലൻഡിൽ വന്നു. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ വഴക്കായി, അതായത് ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻസിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിൻസ് കാൾ ആൽബർട്ട് വീണ്ടും വഴക്കുണ്ടാക്കാനൊക്കെ തുടങ്ങിയപ്പോൾ നമ്മുടെ ബേർട്ട് എന്ത് ചെയ്തു? ഇയാളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ബേർട്ട് ട്രിഗർ പുള്ളി ചെയ്ത് പ്രിൻസ് കാൾ ആൽബർട്ടിനെ കൊന്നു. അത് ജർമ്മൻകാർ ഇതെല്ലാം കണ്ട് പേടിച്ചോടി, ആൻഡ് കുറെ പേര് ഡ്രൗൺ ചെയ്തു. ബേർട്ട് പിന്നെ അവസാനം എന്ത് ചെയ്തു? ഒരു ഏഷ്യാറ്റിക് ഫൈറ്റർ പ്ലെയിൻ ഫിക്സ് ചെയ്തിട്ട് അദ്ദേഹം ആ ഒരു ലിറ്റിൽ പ്ലെയിനിൽ വേറെ ഏതോ ഐലൻഡിലോട്ട് പോയി, അതായത് അമേരിക്കയിൽ തന്നെ ഒരു കൺട്രി സൈഡ് ഒരു സിറ്റിയിലോട്ട് പോയി ഇയാൾ ക്രാഷ് ലാൻഡ് ചെയ്തു. ഓക്കെ, ഇതാണ് ഇതിനകത്ത് പറയേണ്ടത്. പിന്നെ ബട്ട്രിഡ്ജിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. അതുപോലെ തന്നെ പിന്നെ നോവൽ എങ്ങനെയാണ് തീരുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതായത് നോവൽ തീരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേർട്ടിന്റെ ബ്രദറായിട്ടുള്ള ടോമിലാണ് തീരുന്നത്. അതായത് ടോമിന്റെ കാര്യം പറഞ്ഞു നോക്കിയാണ് തീരുന്നത്. അദ്ദേഹം ഒരു ഓൾഡ് മാൻ ആയി, 63 ഇയേഴ്സ് ഓൾഡായി. ആൻഡ് ബേർട്ടിന്റെ മക്കളുടെ അടുത്ത് ബേർട്ടിന്റെ ഏറ്റവും ഇളയ മകന്റെ അടുത്ത് ടോം ഇങ്ങനെ സംസാരിക്കുവാണ്. ഓക്കെ, ടെഡിയുടെ അടുത്ത് സംസാരിക്കുവാണ് പഴയ കാര്യങ്ങളെല്ലാം. ആൻഡ് അതായത് നമ്മുടെ ബേർട്ടിന്റെ അഡ്വഞ്ചറിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ സംസാരിക്കുവാണ്. ഓക്കെ, പിന്നെ അവരുടെ ഫാമിലി എങ്ങനെയാണ് റിച്ച് ആയതെന്നും ഈ കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് സംസാരിച്ചു പോകുന്നത്.
പിന്നെ ഇതിനകത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അതായത് വോറും ഫൈറ്റും ഒക്കെ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, ആന്റി വോർ എന്നുള്ള ഒരു ഐഡിയ എങ്ങനെയാണ് ഈ നോവലിൽ പ്രസന്റഡ് ആയിരിക്കുന്നത്. അപ്പം H.G. വെല്ലിന്റെ ഈ ഒരു നോവൽ എന്ന് പറയുന്നത് തന്നെ ഒരു സയന്റിഫിക് ഫിക്ഷൻ ആണ്, അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ നോവലാണ്. ഇതിനകത്ത് ഏറിയൽ വാർഫെയറിനെ കുറിച്ച് അല്ലെങ്കിൽ എയർപ്ലെയിൻ വാർഫെയറിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഇമാജിനേറ്റീവ് പ്രൊഫസിയാണ് ഇത് പ്രഡിക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു നോവൽ എന്ന് പറയുന്നത്. അതായത് ഒരു വാർണിംഗ് പോലെ തരുവാണ്, ഫ്യൂച്ചറിൽ ഇതുപോലെ ആകാശത്തൂടെയും ഒക്കെ ആളുകൾക്ക് വോർ ക്രിയേറ്റ് ചെയ്യാം, അതായത് ബോംബൊക്കെ ഇട്ട് ആളുകളെ കൊല്ലാം, അതുപോലെ സിവിലൈസേഷൻ തന്നെ തകർത്ത് കളയാമെന്ന് പറയുവാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ടെക്നോളജിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചസ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ വോർ, ഇതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഒരു കോമിക് ഫിഗറായ ബേർട്ട് സ്മോൾവേസിന്റെ കൂടെയാണ് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവാണ് പറഞ്ഞു പോകുന്നത്. ബിഗിനിങ് ഓഫ് ദ നോവലിൽ ബേർട്ട് എന്ത് ചെയ്യണം, ആദ്യമേ വോറിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്, പേട്രിയോട്ടിസത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇയാളുടെ നേഷനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് വോറിലൊക്കെ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും ഇല്ല വോറിലും ബ്ലഡ് ഷെഡിലും ഒന്ന് കയറി. പക്ഷേ ഇതിനകത്തോട്ട് കയറിയപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് എന്താണ് ഇതിന്റെ ഹൊററും ആ ഒരു ബ്ലഡ് ഷെഡ് വയലൻസും മനസ്സിലായപ്പോൾ ഇയാൾക്ക് വളരെയധികം ഹേറ്റഡ് തോന്നി. ആൻഡ് ഇയാൾക്ക് ആ സമയത്താണ് ഹ്യൂമാനിറ്റി ഫേസ് ചെയ്യുന്ന ഈ ഒരു ട്രാജഡിയെ കുറിച്ച് ഇയാൾ മനസ്സിലാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡിസ്ട്രക്ഷൻ, പെയിൻ ആൻഡ് ഡെത്ത്, ബ്ലഡ് ഷെഡ് വയലൻസ് എല്ലാം കണ്ട് ഇയാൾക്ക് വളരെയധികം സിക്കൻഡ് ആയിട്ട് മാറി ഇയാൾ. അപ്പോൾ ഫ്യൂച്ചർ വോർസ് ഇയാൾക്ക് മനസ്സിലായി വോർ വേണ്ട, അതുകൊണ്ടാണ് ഇയാൾ മടുത്തിട്ടാണ് ഇയാൾ നമ്മുടെ പ്രിൻസ് കാൾ ആൽബർട്ടിനെ കൊല്ലുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ശരിക്കും പറഞ്ഞാൽ ഈ വോർസ് എന്ന് പറയുന്നത് എന്താണ്, അതൊന്നും നടക്കരുത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ H.G. വെൽസ് ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന കണക്ക് പറഞ്ഞിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ സിവിലൈസേഷൻസിനെ ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഗ്ലോബലി തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് മാത്രമല്ല, ഇതിനൊരു പ്രത്യേകത കൂടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1908 എഴുതുന്ന നോവലാണ്. കുറച്ച് വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്, സെക്കൻഡ് വേൾഡ് വാറിന്റെ സെക്കൻഡ് വേൾഡ് വാർ വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇതുപോലെ ജർമ്മനിയെ തകർക്കുന്ന ഒരു സംഭവമാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിലാണെന്നുണ്ടെങ്കിലും ഏഷ്യാരി ഫോഴ്സും ജർമ്മനിയൊക്കെ തമ്മിൽ അടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുവാണ് നമ്മുടെ H.G. വെൽസ്. 1908 എഴുതിയ നോവൽ 1940 1980 ഒക്കെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇത് പറഞ്ഞു പോകുന്നത്. സോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ H.G. വെൽസ് പറയുന്ന പോലെ നമ്മൾ ജസ്റ്റ് ആൻസ് ആണ്, ഉറുമ്പുകൾ മാത്രമാണ്. അപ്പം അതിങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും വലുതെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു നാൾ നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു സിവിലൈസേഷൻ നമ്മൾ തന്നെ തകർക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം വോർ എന്ന് പറയുന്നത് എന്തായാലും ഡെഫിനറ്റ്ലി അതിന്റെ എൻഡ് എന്ന് പറയുന്നത് ഡെത്ത് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് H.G. വെൽസ് ഈ ഒരു സ്കൈഫൈ നോവൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക, കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.